ബഹുമാനപ്പെട്ട പിറവ അംഗം പറഞ്ഞല്ലോ ഒരു കാര്യം, അത് നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മറുപടി പറയാതെ സുരാജിന് എങ്ങനെ പോകാൻ പറ്റും? സുരാജിന്റെ മറുപടി പറയണം. ആ ഞാൻ പറയാം, ഞാൻ പറഞ്ഞു തരാം എന്റെ മറുപടി. അപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റു. എടോ തനിക്ക് 18 മിനിറ്റ് ഞങ്ങളെ വലിച്ചു കയറിയൊന്നും പോരാ. എവിടെ ഇരി. ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ചാടി അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞോണം. വേണം വേണം വേണം, ഞാൻ ചോദ്യം പിൻവലിച്ച്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സമാനമായല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ഞാൻ ഇവിടെ കാണാൻ ഇരുന്നോളാം. കാലുവേദന ഇരിക്കുക, അവിടെ ഇരിക്കേ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യത്തിന് സുരാജ് മറുപടി പറയും. എന്തിനാ അഭിപ്രായം? നമുക്ക് പൂട്ട് ഇത് സമയം, സാർ എനിക്ക് സമയം തന്നു, ഞാൻ അതെണ്ടൊക്കെ പറഞ്ഞു. നമുക്ക് പൂട്ട് ഇത് പോവാം, എനിക്കിത് കാണണം, നിയമസഭ എനിക്ക് കാണണം, നമുക്ക് പോവാം എങ്ങോട്ടെങ്കിലും. എടാ ചാപ്പി ബലറാമയുടെ വായും പൊളിച്ച് കിട്ടിയൊന്നും പോരാ നിനക്ക്. എടാ ഒന്ന് അടക്കി, നിയമസഭ അടക്കി. ഇനി 1 മാസത്തേക്ക് നിയമസഭ വേണ്ട. നമുക്ക് പോവാം, നമുക്ക് ഇവിടുന്ന് പോവാം, വീട്ടിൽ പോവാം എല്ലാവർക്കും. സഖാവും കൂടെ ഒന്നും പറയാം, നമുക്ക് വേണ്ട. ഇത് രാവിലെ ഒരു പ്രമേയം എന്ന് കേട്ടിട്ട് ഒരു ഇതില്ല, വെള്ളത്തില്ല ഇതുപോലെ. നമുക്ക് പോവാം, നമുക്ക് ഇവിടുന്ന് പോവാം എങ്ങോട്ടെങ്കിലും. എടാ ഒന്ന് ചാടി നിൽക്കടാ, വായും പൊളിച്ച് നിൽക്കാതെ. നിങ്ങൾ തന്നെയല്ലേ കുറച്ച് ദിവസമായി പ്രമേയം ഒന്നും കൊണ്ട് ഇവിടെ വഴക്കൊണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അത് പ്രമേയം എന്ന് പറഞ്ഞല്ല, പ്രമേഹം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പ്രമേഹമുണ്ട്. അപ്പൊ അവർക്ക് നേരത്തെ വീട്ടിൽ പോയി ചോറിനൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിത് നിർത്തിയിട്ട് പോവാന്ന് പറയുമായിരുന്നു ഞാൻ. അതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാ പിന്നെ ഈ സഭാ നടപടികൾ നടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൂവിയത്? അയ്യോ, അത് കൂവലല്ല, ഞങ്ങൾ കൂവിയതല്ല. ഈ വിശ്വാസ പ്രമേയം നല്ല രീതിയിൽ നടന്നുകൊണ്ട് ഞങ്ങള് കൊരവിട്ടത് എല്ലാരും കൂടെ. ഞങ്ങൾ ഈ വിശ്വാസ സമ്മേളനത്തിന്റെ ആൾക്കാരാണല്ലോ. അയ്യപ്പ